ദേശീയപാത 85 നവീകരണ ജോലികൾക്ക് ശേഷം പള്ളിവാസലിൽ ശുപാർശ ചെയ്തിട്ടുള്ള ടോൾ പ്ലാസ അവിടെ അനുവദിക്കാൻ പാടില്ലെന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ആ ശുപാർശയ്ക്ക് കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചയാണ്. നിലവിൽ ദേവികുളത്ത് ഒരു ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നുണ്ട്. പള്ളിവാസലിൽ കൂടി ഒരു ടോൾ പ്ലാസ വന്നാൽ ദേശീയപാതയിൽ 10 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ പ്ലാസ എന്ന സാഹചര്യമുണ്ടാകും. അത് ദേശീയപാത നിയമത്തിന് എതിരാണ്. ഇക്കാര്യം ദേശീയപാത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും MP മൂന്നാറിൽ വ്യക്തമാക്കി. ഇപ്പോൾ ഈ ദേശീയപാതയിൽ പള്ളിവാസലിൽ ഒരു ടോൾ പ്ലാസ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ MP എന്നുള്ള നിലയിൽ ആ ടോൾ പ്ലാസ അവിടെ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. കാരണം അത് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ സംഭവിച്ചൊരു വീഴ്ചയാണ്. നേരത്തെ ഇപ്പം ബോഡിമുട്ട് മുതലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മൂന്നാറിൽ സമാപിച്ചത്. അതിൻ്റെ ഒരു ടോൾ പ്ലാസ ദേവികുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ നമുക്ക് കൊച്ചി മുതൽ മൂന്നാർ വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചപ്പോൾ 60 കിലോമീറ്റർ എക്സ്റ്റൻഷനിൽ ഒരു ടോൾ പ്ലാസ എന്നുള്ളതാണ് നാഷണൽ ഹൈവേയുടെ പോളിസി. അപ്പോൾ 124 കിലോമീറ്ററാണ് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ളത്. അപ്പോൾ 124 കിലോമീറ്ററിന് ഇടയിൽ 2 ടോൾ പ്ലാസ സ്ഥാപിക്കാം എന്നുള്ള സ്ഥിതി വന്നു. പക്ഷേ ഇവരതിൻ്റെ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് എടുത്തു. നേരത്തെ ബോഡിമെട്ടിൽ നിന്നും മൂന്നാറിലേക്കാണ് നിർമ്മാണം നടത്തിയത്. ദേവികുളത്ത് ടോൾ പ്ലാസ സ്ഥാപിച്ചു. ഇനി മൂന്നാറിൽ നിന്നും കൊച്ചിയിലേക്കായിരുന്നു അളവെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ടോൾ പ്ലാസ വരുന്നത് ഏതാണ്ട് നമ്മുടെ കോതമംഗലത്തിന് മുൻഭാഗത്താണ്, കവളങ്ങാട് ആ ഭാഗത്താണ്. അതിനുശേഷം കൊച്ചിയുടെ അടുത്താണ് രണ്ടാമത്തത് വരേണ്ടത്. ഇത് ചെയ്യുന്നതിന് പകരം അവർ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് മെഷർമെൻ്റ് എടുത്ത് ആദ്യത്തെ ടോൾ പ്ലാസ കോതമംഗലത്തും രണ്ടാമത്തെ ടോൾ പ്ലാസ പള്ളിവാസലിലും ശുപാർശ ചെയ്യും. അപ്പോൾ അത് ശരിയല്ല എന്ന് ദേശീയപാത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിഷ്കർഷ കൊടുത്തിട്ടുണ്ട്.